ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഹീറോയിൻ്റെ പേര് മനസ്സിലായില്ലേ? ഓക്കെ. നമ്മൾ ഹീറോയിൻ ഒരു പറഞ്ഞ ഒരു ജിം ട്രെയിനറാണ്. ജിം ട്രെയിനിങ് പറഞ്ഞ ഹീറോയ്ക്ക് സ്വന്തം ജിം ഉണ്ടായിരുന്നു. ജിമ്മിൽ ജോലി ചെയ്യും. അതുമാത്രമല്ല ജിം എല്ലാവർക്കും ജിം ട്രെയിനിങ് പഠിപ്പിക്കും. അതുമാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടനാണ് ചെയ്യുന്നത്. ഹീറോ ഇപ്പോൾ ഉള്ളത് കൊറിയയിലുള്ളത് ജോബ് ചെയ്യുന്നത്. ഹീറോയിൻ ടയർഡായി വന്നായിരുന്നു. ചേട്ടാ എന്ത് പറ്റിയിടി? ആണ് എന്താണ് പ്രശ്നമാണെന്ന് കേൾക്കായിരുന്നു. ചേട്ടാ പറയായിരുന്നു. ചേട്ടാ ഇന്ത്യയിൽ പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. ഇപ്പോൾ കൊറിയ കൊണ്ട് പ്രശ്നമല്ല, എങ്ങനെ വേണം ഡ്രസ്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ പറയാട്ടോ. ഇത് കേട്ട് പറയുന്നത് കേട്ടിട്ട് ഷോക്കായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പറയായിരുന്നു, എടി ഇങ്ങനെ പറഞ്ഞാവോ? എന്താ ചേട്ടാ പ്രശ്നമോ? ചേച്ചാ പറയണ കുടി ഇതൊന്നും ചെയ്യണ്ട അങ്ങനെയായിട്ട് റെയിൻ പറയുന്ന കേട്ട് ചേച്ചാ പറയായിരുന്നു, പോ ചേട്ടാ അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടിക്ക് ഒരു പ്രശ്നം വന്നിരുന്നു. ഫ്രണ്ടിൻ്റെ പേര് പ്രിയ പറയായിരുന്നു. ശരിടി ഞാൻ ഹോസ്പിറ്റലിൽ പോവാ എന്ന് പറയായിരുന്നു. എന്തടി ഹോസ്പിറ്റലിൽ? ഇല്ലടി ഇൻ്റർവ്യൂ എടുക്കാൻ പോവാ എന്ന് പറയുന്നു. എടി നീയാ ഇൻ്റർവ്യൂ എടുക്കുക? ഇല്ലടി എൻ്റെ ചേട്ടനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോവാ എന്ന് പറയാം. നീ വരുന്നതാ? ശരിടി ഞാൻ വരാം എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് ഹോസ്പിറ്റൽ അങ്ങനെ വെച്ചിട്ട് പോവാൻ പറയായിരുന്നു. അപ്പോൾ ആറും വന്നായിരുന്നു. ആറും സ്റ്റൈലും പെടുന്ന മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. ഡോക്ടറും പഠിച്ചു നോക്കും. മെഡിസിൻ നന്നായിട്ട് അറിയും. അങ്ങനെ മൂളിങ് ഇനി മാജിക് ആയിട്ട് എന്തും മരുന്നുണ്ടാക്കിയ അതും മാജിക് അത് അസുഖം എങ്ങനെ മറിഞ്ഞു പോവും ആറമിൻ്റെ അതെന്താ സീക്രട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നിറയെ ആൾ വന്നായിരുന്നു. ആറമിൻ്റെ ഇൻ്റർവ്യൂ എടുക്കായിരുന്നു. ഹൈ സർ കിനംജൂൻ. കിനംജൂൻ എന്താ പ്രശ്നം സർ? എല്ലാ അസുഖങ്ങൾക്ക് നിങ്ങൾ മരുന്നുണ്ടാക്കുക, അത് കൊണായി പോവും സർ. അതെങ്ങനെ നിങ്ങൾ മാജിക്കാണോ സർ? ചിരിച്ച് പറ. അത് മാജിക് മതി, അതെല്ലാവർക്കും ഓണാവും എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പോയായിരുന്നു. ഹീറോയ്ക്ക് ഹാറമിനൊന്നും ഒട്ടിക്കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അയ്യോ കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഹാൻസം എന്ന് പറയായിരുന്നു ഹീറോയ്. ഇത് കേട്ട് ഹീറോയുടെ ചേട്ടൻ മണ്ടയ്ക്ക് ഒരു അടി വെച്ചാണ്. ഹീറോയ് പറഞ്ഞു, ഓ ചേട്ടൻ നീ വന്നായിരുന്നോ? അതടി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ചെയ്യുക? സൈറ്റ് അടിക്കാൻ വെച്ചാ എന്ന് പറയായിരുന്നു. ശരി വാ എന്ന് പറഞ്ഞു. ഹീറോയ് പറഞ്ഞ ഗേൾസ്ക്ക് വേണ്ട സീക്രട്ടായിട്ട് ഹീറോയ് ജിം പറഞ്ഞ 2 സൈസ്, ഒന്ന് ബോയ്സ് വരുന്ന സൈഡും ഒന്ന് ഗേൾസ് സൈഡാണ്. ഹീറോയ് ഗേൾസ്ക്ക് മാത്രമേ പഠിപ്പിച്ച് കൊടുക്കായിരുന്നു. ജിം ട്രെയിനിങ് ആയിട്ട് ബോയ്സ്ക്ക് വേറെ, 2 ഗേൾസ്ക്ക് ബോയ്സ്ക്ക് കുറച്ച് വേറെ. ഹീറോയിൻ ചേട്ടാ പറഞ്ഞ ബോയ്സ്ക്ക്, ഹീറോയ് ഗേൾസ്ക്ക് അങ്ങനെ ജിം ട്രെയിനിങ് പഠിപ്പിക്കായിരുന്നു. ഹീറോയ് ചൊല്ലിട്ട് സെറ്റായിട്ട് ചേർന്നു. അതിന് ഡേസ് പോകുന്നു. നമുക്ക് ലെറ്റർ വെക്കാം, ലവ് ലെറ്റർ ചെയ്താൽ ലവ് ലെറ്റർ കത്ത് അയക്കാം. നമുക്ക് മനസ്സിലായില്ലായിരുന്നു ആരാ എനിക്ക് ലവ് ലെറ്റർ ചെയ്താൽ. നമുക്ക് കൺഫ്യൂസ് ആയിരുന്നു, എങ്ങനെ കണ്ടുപിടിക്കണം. നമുക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഒരു കോൾ വന്നു. ഹലോ ഉമ്മ, എന്താ പറ്റുമ്മ? ഇല്ലടി ഒരു പ്രശ്നം വന്നുടി. എന്ത് പറയായിരുന്നു? ഹീറോയുടെ മമ്മി ഷോക്കായിട്ട് ഹീറോയ്ക്ക് കേൾക്കായിരുന്നു. എന്താ ഉമ്മ പറ്റി? എടി ഒരു പ്രശ്നമുണ്ടടി, അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ മമ്മി ഒരുപാട് സാഡായിട്ട് പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതൊക്കെ എന്താ മതി പറയുന്നത്? ഇല്ല മോളെ, ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് ഇപ്പം എന്താ ചെയ്യുന്നറിയില്ല, ഏത് ഹോസ്പിറ്റലിൽ പോകാനറിയില്ല മോളെ, അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ മമ്മി ഒരുപാട് സാഡായിട്ട് അങ്ങനെ ഹീറോയിൻ്റെ ഗ്രാൻഡ് അസുഖം പറയായിരുന്നു. അത് മരുന്നുണ്ടാക്കാൻ പറ്റില്ല, ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വിഷമത്തിൽ ഹീറോയിൻ്റെ പറയായിരുന്നു. എൻ്റെ ഡാഡിക്കും കുറച്ച് കഴിയില്ല മോളെ, എനിക്കും കുറച്ച് മുട്ടുവേദന എന്ന് പറഞ്ഞു. മമ്മി പറയായിരുന്നു ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഒരു സാഡായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പറയായിരുന്നു, എടി നമുക്ക് കിനോഞ്ജുവിനോട് പോയി സംസാരിക്കാം. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ആറാമിനെ കണ്ടിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ മൊത്ത കാര്യം പറയായിരുന്നു. ആറാം പറയായിരുന്നു, എൻ്റെ ഇന്ത്യക്ക അതെ പ്ലീസ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ആറാം എടുക്കായിരുന്നു. ആറാം ഓക്കെ ഹെൽപ്പ് ചെയ്യാൻ പറയായിരുന്നു. അങ്ങനെയായിട്ട് ആറാം ടിക്കറ്റ് ഹീറോയിൻ്റെ ചേട്ടൻ ബുക്ക് ചെയ്ത് ആറാം കുറച്ച് ലീവ് പറഞ്ഞിട്ട് ഇന്ത്യക്ക് വന്ന് പുറപ്പെട്ടു. അവരുടെ കൂടെ ഫ്ലൈറ്റിൽ വന്നായിരുന്നു. ആറാം ഹീറോയിനെ കണ്ട് ഹലോ ഹായ് എന്ന് പറയുന്നത്. ഹീറോയി പറഞ്ഞ് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇന്ത്യക്ക് പോകുന്നു പറഞ്ഞിട്ട് കുറച്ച് ബുക്ക് ഡ്രസ്സ് ചോദിച്ചിട്ടായിരുന്നു. അതിനായിട്ട് ഇന്ത്യക്ക് പറഞ്ഞു. ഇപ്പോൾ ഡൽഹിക്ക് എത്തിയിരുന്നു. ഡൽഹിക്ക് എത്തിയായിരുന്നു. നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറാൻ പറയായിരുന്നു. അങ്ങനെയായിട്ട് ഇന്ത്യക്ക് കയറുന്ന ഫ്ലൈറ്റിൽ ഹീറോയെ ബുർക്കായിട്ട് മാറ്റി ഇരുന്നായിരുന്നു. ആറാം കേൾക്കായിരുന്നു, എന്തായത്? ഇല്ല ഞങ്ങൾക്ക് ഇന്ത്യക്ക് പോകുന്നത് എങ്ങനെ ഉണ്ടാവുന്നു പറയാം. ശരി ഓക്കെ ഗേൾസ് എങ്ങനെ ആയിട്ടിരിക്കണം. ചേട്ടൻ ഗെട്ടപ്പ് ശരിയാക്കി പറഞ്ഞു. ആറാം ഷാക്കായിട്ട് എന്തായത്? ഇല്ല അത് എങ്ങനെയാന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഇന്ത്യക്ക് കേരളത്തേക്ക് എത്തിയിട്ട് ഇപ്പോൾ കാറ് വന്നായിരുന്നു. അങ്ങനെ കാറിൽ കയറിയിട്ട് പോയായിരുന്നു വീട്ടിലേക്ക്. ഒന്ന് അവിടെ ഇരുന്നിട്ട് ഹീറോയിൻ്റെ ഉമ്മാവ് വന്ന്, ആരാ ഇത് വന്ന് വെല്ലടിക്കുന്നത് എന്ന് തുറന്നു നോക്കും. ഹീറോയിൻ ഉമ്മ എന്ന് പറയായിരുന്നു. വന്നു മോളെ, വന്നിട്ടുണ്ട്
ആ ഓക്കെ. എടാ വന്നിട്ടുണ്ടടാ, വന്നിട്ടുണ്ട് മാ. ആ ഇത് ഡോക്ടറാണ്, ഇത് ഫേമസ് ഉള്ള ഡോക്ടറാണ്. ഇവരുണ്ടാക്കിയ എല്ലാ കോണാകും എന്നാ. ആറമ്മയുടെ കാര്യം മൊത്തം കാര്യമായിരുന്നു. ആറമ്മ എന്ത് അസുഖം എന്നെ കേൾക്കായിരുന്നു. ആറമ്മക്ക് പറഞ്ഞാൽ മെഡിസിൻ നിറയെ അറിയായിരുന്നു ആറമ്മക്ക്. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ആ കൂടെ വന്നായിരുന്നു ആറമ്മ. ആറമ്മ കൂടെ വന്നായിരുന്നു. കുറച്ച് മെഡിസിൻ ഓൾറെഡി ആറമ്മയുടെ കയ്യിലുണ്ട്. അങ്ങനെയായിട്ട് ആറമ്മ വന്നായിരുന്നു. എന്താ പ്രശ്നമെന്ന് ചെക്ക് ചെയ്യാൻ പറയായിരുന്നു. ഇപ്പം മുത്തശ്ശൻ കുറച്ച് റെസ്റ്റ് എടുത്തു, ഞങ്ങൾ നൈറ്റ് എന്ന് നോക്കാം. അങ്ങനെ ആറമ്മ കൂടെ ആയിരുന്നു. എൻ്റെ പേര് കിന്നാൻ ജോലി എന്ന് പറയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെയായിട്ട് ഹീറോയുടെ ആറും കുറിച്ചിട്ട് ഹീറോയുടെ ചേട്ടൻ പറയായിരുന്നു. അതിന് റൂം എടുത്ത് റെസ്റ്റ് എടുത്ത് രാവിലെ ആയി. ഇപ്പം ആറമ്മ ഫസ്റ്റ് ഗ്രാൻഡ് പാനെ കാണാൻ വേണ്ടി പോയായിരുന്നു. ഗ്രാൻഡ് പാനെ ചെക്കാക്കി നോക്കി. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ വന്നായിരുന്നു. ലിഫ്റ്റ് എല്ലാം എഴുതി വെച്ചായിരുന്നു. ആറമ്മ പറയുന്നു ഇതെല്ലാം ഹീറോയുടെ ഗ്രാൻഡ് പാൻ ചെക്ക് ചെയ്ത് നോക്കി. അതിൽ ആ ഗ്രാൻഡ് പാൻ്റെ പേര് വെച്ച് ഇവർക്ക് എന്താ പ്രശ്നം. നെക്സ്റ്റ് പേപ്പർ എടുത്തായിരുന്നു. ഗ്രാൻഡ് മാനെ ചെക്കാക്കി നോക്കി. ഗ്രാൻഡ് മാനക്ക് എന്ത് പ്രശ്നവും എല്ലാം അറിയായിരുന്നു. അങ്ങനെ ലിസ്റ്റ് എഴുതിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡിക്കും കുറച്ച് കുറിച്ച് ചെക്ക് ചെയ്ക്കും ആരും മനസ്സിലായി. പിന്നെ ഹീറോയിൻ്റെ മമ്മിക്ക് മനസ്സിലായി. ആരെ മെഡിസിൻ വെച്ചിട്ട് എഴുതാൻ പോയായിരുന്നു. അതിനായിട്ട് നിറയെ മെഡിസിൻ ആറും പറഞ്ഞു വെച്ചായിരുന്നു ഹീറോയിൻ്റെ ചേട്ടനക്ക്. ഇതെല്ലാം വേണം, ഇവിടെ കുറച്ച് സാധനം എൻ്റെ കുറവുണ്ട്, എനിക്ക് ഇത്ര വേണം എന്ന് പറയായിരുന്നു. അങ്ങനെ ഒരു മാജിക് വെച്ച് അങ്ങനെ എല്ലാ സാധനം കൊടുത്തന്നെ എനിക്ക് റൂം വേണം എന്ന് പറയുന്നു. അങ്ങനെ ആറും പറഞ്ഞിട്ട് റൂം കൊടുത്തായിരുന്നു. ആറും അത് വെച്ചിട്ട് കുറച്ച് മെഡിസിൻ ആഹാരം എറിയിച്ചതാണ് വെച്ച് ഉണ്ടാക്കി. എല്ലാ മെഡിസിനും ഉണ്ടാക്കി വെച്ചായിരുന്നു. കുറച്ച് ദിവസം തുടങ്ങിയായിരുന്നു. കുറച്ച് നേരം വരുന്നു. അങ്ങനെയായിട്ട് മെഡിസിൻ എല്ലാവർക്കും കൊടുത്തായിരുന്നു. എല്ലാവർക്കും കുറച്ച് കൊണ്ടാവും. ഇങ്ങനെ ആറും കൊടുക്കാം. ഇപ്പം ഗ്രാൻഡ് മക്ക് കുറച്ച് അസുഖം, ഗ്രാൻഡ് മക്ക് ഇപ്പോൾ കുറച്ച് അവർക്ക് നടക്കാൻ പറ്റും. ഇപ്പോൾ അത്ര ഹെൽത്ത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഹീറോയിൻ മമ്മിക്ക് ഇപ്പോൾ നടക്കാൻ പറ്റും. അച്ഛനക്ക് ഇപ്പോൾ അസുഖമുള്ളത് എല്ലാം കോണായി. ഇത് കേട്ട് ഒരുപാട് നന്ദിയുണ്ട് പാ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ, എന്ത് പ്രശ്നമില്ല. അങ്ങനെ ആറാമക്ക് ശരി എനിക്കിനി കുറേയൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ഉമ്മ എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്നെ ഹീറോയിൻ്റെ ഉമ്മമാരോട് പറയായിരുന്നു. രണ്ടുപേരും പറഞ്ഞു ഞങ്ങളും കൂടെ പോയിട്ട് വരാം. ശരിപ്പാ നീ പോയിക്കോ എന്നെ ഹീറോയിനോട് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ശരിമ്മ എനിക്ക് പോകണോ, എനിക്കും കോളേജോട് പഠിക്കണം എന്ന് പറഞ്ഞു ഹീറോയി അവിടുന്ന് പോയിരുന്നു. ഹീറോയി കോളേജും പഠിക്കുന്നുണ്ട്. ഹീറോയുടെ ചേട്ടൻ പറഞ്ഞാൽ